കർത്താവെ, നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പ്രമാണത്തിലെ അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയക്കണ്ണുകളെ പ്രാർത്ഥിക്കുന്നു. പെന്തക്കോസ്ത് പെരുന്നാളിന് ശേഷമുള്ള 7ാമത്തെ ഞായറാഴ്ചത്തെ ആരാധനയിൽ ഞങ്ങൾക്ക് തിങ്കളാഴ്ച കുരിശിന് ചുവട്ടിൽ വന്നിരുന്ന് കർത്താവിനെ ആരാധിക്കാൻ ധ്യാനിപ്പാൻ തുറക്കാൻ ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ആരാധനയ്ക്കായി വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ആരാധനയ്ക്ക് വരാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കാതെ വരെ ഓർക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിലേക്ക് ചെന്നവരെ അനുഗ്രഹിക്കാൻ സഹായിക്കണമേ. ദൂരെയും ചാരയുമുള്ള എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇനിയും കഴിഞ്ഞ ദിവസത്തെ വേദഭാഗത്ത് ശേഷിച്ച കഷ്ണങ്ങൾ തീർക്കുവാൻ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച അത്ഭുതം ഇന്നലെ നടന്നതിനാണ് ഞങ്ങൾ നന്ദി പറയുന്നു. ശേഷിച്ച കഷ്ണങ്ങളുമായി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വരണ്ട സമയങ്ങളിലും കോളിളക്കമുള്ള സമയത്തിലും പരീക്ഷയുടെ സമയത്തും ഏകാന്തത്തിലും ഞങ്ങളെപ്പോഴും പ്രത്യാശയോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റുവാനായിട്ട് തന്നെ. ആമീൻ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 20 മുതൽ 30 വരെ കഴിഞ്ഞ ദിവസം നമ്മൾ വായിക്കുകയുണ്ടായി. അതിൽ ഇനി എന്തെങ്കിലും സന്ദേശം കേൾക്കാനുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. യേശുവും ശിഷ്യന്മാരും ഒരു ഭവനത്തിൽ പ്രവേശിച്ചു. അവർക്ക് ഭക്ഷിക്കുവാൻ പോലും കഴിയാത്തതും ജനങ്ങൾ പിന്നെയും വന്നു കൂടിക്കൊണ്ടിരുന്നു. അവൻ്റെ ചാർച്ചക്കാർ അത് കേട്ടിട്ട് അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞു അവനെ പിടിച്ചുകൊണ്ട് പോകുവാൻ പുറപ്പെട്ടു. യെരുശലേമിൽ നിന്ന് വന്ന വേദപണ്ഡിതന്മാർ ഇവനിൽ ബെയൽസെബൂബുണ്ട്, ഭൂതങ്ങൾ തന്നെ കൊണ്ട് ഇവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. യേശു അവരെ വിളിച്ച് ഉപമകളായി അവരോട് പറഞ്ഞു, സാത്താനെ പുറത്താക്കുവാൻ എങ്ങനെ കഴിയും? എന്തുകൊണ്ടെന്നാൽ ഒരു രാജ്യം അതിന് തന്നെ വിരോധമായി ചിത്രിച്ചാൽ രാജ്യത്തിന് നിലനിൽക്കുവാൻ കഴിയുകയില്ല. ഒരു ഭവനം അതിന് തന്നെ വിരോധമായി ചിത്രിച്ചാൽ അതിന് നിലനിൽക്കുവാൻ കഴിയുകയില്ല. എന്നാലോ അതിൻ്റെ അന്ത്യമായി. സാത്താൻ തനിക്ക് തന്നെ വിരോധമായി ഭിന്നിച്ചാൽ അവന് നിലനിൽക്കുവാൻ കഴിയുകയില്ല. അതവൻ്റെ അവസാനമാകും. ബലവാൻ്റെ വീട്ടിൽ കിടന്ന സമ്പത്ത് കവർന്നെടുക്കുവാൻ ആർക്കും കഴിയുകയില്ല. ആദ്യം അവനെ പിടിച്ചു കെട്ടിയാൽ പിന്നെ അവൻ്റെ വീട് കവർച്ച ചെയ്യാം. സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യരുടെ സകല പാവങ്ങളും അവർ പറയുന്ന എല്ലാ ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിന് വിരോധമായ ദൂഷണം പറയുന്നവന് ഒരു നാളും മോചനമില്ല. അവൻ നിത്യന്യായവിധിക്ക് അർഹനാകുന്നു. യേശു ഇങ്ങനെ പറഞ്ഞത് തന്നിൽ അശുദ്ധാത്മാവുണ്ടെന്ന് അവർ പറഞ്ഞിരുന്നതുകൊണ്ടായിരുന്നു. പെന്തക്കോസ്ത് പെരുന്നാളിന് ശേഷമുള്ള 7ാം ഞായറാഴ്ച വായിച്ച വേദഭാഗത്തിൽ നിന്ന് ഇന്നലെ പഠിച്ചതായ പാഠം, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് വേല തുടങ്ങി പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് പ്രവർത്തിച്ച യേശുവിനെ കിട്ടിയത് ആരോപണങ്ങൾ. അതും കർത്താവ് തൻ്റെ നാളുള്ള കുരിശായിട്ട് പ്രയോജനപ്പെടുത്തി അത് ഉയർപ്പിൻ്റെ അനുഭവമാക്കിയെന്നാണ് കേട്ടത്. യേശുവിനുണ്ടായ ഒരു ദിവസത്തെ കുരിശിൻ്റെ അനുഭവം താൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ എങ്ങനെ പ്രയോജനപ്പെടുത്തിയെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. കർത്താവിനെ തൻ്റെ വേല തയ്ക്കാനുള്ള വ്യഗ്രതയിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞ വേലകൾ ചെയ്യുവാനുള്ള ബദ്ധപ്പാടിൽ ആഹാരം കഴിക്കാൻ സമയം കിട്ടിയില്ല. അതൊരു കുരിശാണ്. നമ്മുടെ വേല തയ്ക്കാനുള്ള ബദ്ധപ്പാടിൽ ആഹാരം കഴിക്കാൻ നോക്കാതെ വരുന്നൊരു കുരിശാണ്. അത് കാണുന്നവർക്ക് നമുക്ക് ഭ്രാന്താണെന്ന് ചിലപ്പോൾ തോന്നാനും സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും വന്ന ആയിരക്കണക്കിന് പേരെ ശുശ്രൂഷിച്ച് അവരെ ആശ്വസിപ്പിക്കാനുള്ള ബന്ധപ്പാടിൽ ആഹാരം കഴിപ്പ് മാറ്റിവെച്ചു. അപ്പോൾ കണ്ടു നിന്നവർക്ക് ഇതൊരു ഭ്രാന്താണോ എന്നവർക്ക് സംശയം തോന്നി. അത് സ്വന്തക്കാർ തന്നെയാണ്, ചാർച്ചക്കാരാണത് കേട്ടത്. സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് തോന്നി. പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചു. അതിന് മാനസിക രോഗാശുപത്രിയിൽ കൊണ്ട് ചികിത്സിക്കാനാണ് അവരാഗ്രഹിച്ചത്. നമുക്കും ആത്മാവിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവർ തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഭ്രാന്താണെന്ന് പറയാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം നമ്മളൊന്ന് കേട്ടു. കഴിഞ്ഞ ദിവസം യേശുവിനെ അനുഗമിച്ച് യേശുവിൻ്റെ ആത്മാവിലായ യേശുവിൻ്റെ വേല ചെയ്ത അപ്പോസ്തലനായ പൗലോസിന് ഇങ്ങനെയുള്ള ആരോപണം ഉണ്ടായി. 2 പേര് കള്ളക്കേസുണ്ടായി. കോടതിയിൽ കൊണ്ടുപോയി താൻ വിസ്തരിച്ചപ്പോൾ താൻ അവിടെ നിന്നവരെയൊക്കെ കൂടെ മാനസാന്തരപ്പെടുത്താൻ ശ്രമിച്ചു. ജഡ്ജിയെ പോലും ക്രിസ്ത്യാനിയാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതും ഭ്രാന്താണെന്ന് പറഞ്ഞു. ഇങ്ങനെ ആത്മാവിനനുസരിച്ചുള്ള ജീവിതം തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴും നമ്മുടെ കർത്താവിനെ സാക്ഷിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. പൗലോസിയായിക്ക് തന്നെ ഭ്രാന്തനെന്ന് വിളിച്ചപ്പോഴും അതിന് നന്ദി പറഞ്ഞുകൊണ്ട്, ഞാൻ ഭ്രാന്തനൊന്നുമല്ല, ഞാൻ കണ്ടതും കേട്ടതും അറിഞ്ഞതുമായ സത്യം നിങ്ങൾ പറയുകയാണ്, നിങ്ങളും ക്രിസ്ത്യാനിയായി കൊള്ളാവുന്നതിന് എൻ്റെ ആഗ്രഹം. പക്ഷേ എൻ്റെ ഈ ചങ്ങല നിങ്ങൾക്കുണ്ടാകരുത്. എൻ്റെ പേരിൽ കള്ളക്കേസ് വന്ന പോലെ നിങ്ങളുടെ പേര് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എല്ലാ ദിവസവും യേശുവിനെ അനുഗമിക്കുന്നവരാകണമെന്നുള്ള കാര്യം അവിടെയും താൻ തോർത്ത് പറഞ്ഞു. നമ്മളെ മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചപ്പോൾ, വിമർശിച്ചപ്പോൾ നമ്മൾ അവിടെ മധ്യത്തിൽ കർത്താവിനെ സാക്ഷിച്ചോ? ഈ കർത്താവിനെ നമ്മൾ ചൂണ്ടിക്കാണിച്ചോ? കർത്താവിൽ തന്നെയാണ് അത് ചെയ്യുന്നത് നമുക്ക് ഉറപ്പിച്ച് തറപ്പിച്ച് പറയാൻ സാധിച്ചിട്ടുണ്ടോ?
ഇല്ലെങ്കിൽ ഈ പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള 7-ാം ഞായറാഴ്ചയെങ്കിലും അതിനുശേഷമുള്ള ഇനി 8-ാം ഞായറാഴ്ചയെങ്കിലും ഈ വരുന്ന ആഴ്ചയിലെങ്കിലും അതിന് സാധിക്കണമെന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. അന്നുണ്ടായിരുന്ന വേദപണ്ഡിതന്മാർ യേശുവിനെ തെറ്റിദ്ധരിക്കുന്നു. യേശുവിൻ്റെ ജീവിതശൈലികൾ കണ്ടപ്പോൾ ഭൂതമുണ്ട്, പിശാചുണ്ടെന്നൊക്കെ അവർക്ക് തോന്നി. ബെൽസബൂബ് എന്ന് പറഞ്ഞ പിശാചാണ് യേശുവിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്ന ആരോപിച്ചു. അങ്ങനെ ഭൂതങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ആരോപിച്ചവരുടെ നേരെ കർത്താവ് ഒരു ബൈബിൾ ക്ലാസ് നടത്തി. അതാണ്, ഭൂതങ്ങൾക്കും ഒരു രാജ്യമുണ്ട്, അവരങ്ങനെ കത്തുന്നിടം വരെ ആ രാജ്യത്തിൽ സുഖമായിട്ട് ജീവിക്കാൻ അവരാഗ്രഹിക്കുന്നു, അവർ സ്വയം നശിക്കുകയെന്നാണ് പറയുന്നത്. മലാഹമാരായിരുന്ന ആ പിശാചുക്കൾ, മലാഹമാരായിരുന്നവർ പിശാചായി മാറിക്കഴിഞ്ഞപ്പോൾ അവരെ അഗ്നിനരകത്തിന് വിധിച്ചെങ്കിലും അവർക്ക് ഈ ലോകത്തിലൊരു രാജ്യമുണ്ടെന്നുള്ള കാര്യം, കോടിക്കണക്കിന് മലാഹമാർ ചേർന്നൊരു രാജ്യമുണ്ട്, അവർക്കൊരു രാജാവുമുണ്ട്, ലോകത്തിൻ്റെ പ്രഭു എന്നാണ് അതിൻ്റെ പേര്. അവർ കത്താനുള്ളവരാണ്, നശിക്കാനുള്ളവരാണെങ്കിൽ ചാകുന്നതിനും വരെ സൂചിച്ചോട്ടെന്ന് വിചാരിച്ച് അവരെയും വിട്ടിരിക്കുക. എന്തൊരു നീതിയാണ്! അതിനെ നമ്മൾ അംഗീകരിച്ചിരിക്കണം. സ്വർഗത്തിലെ പിതാവാം ദൈവതമ്പുരാൻ്റെ സൽഗുണപൂർണ്ണതയുടെ ഒരു ഭാഗമാണ് ദീർഘക്ഷമ. തൻ്റെ ശത്രുക്കളെ പോലും താൻ ശരിക്കും പ്രയോജനപ്പെടുത്തിയിട്ട് നശിപ്പിക്കുകയുള്ളൂ. നമുക്ക് ആ മനോഭാവമുണ്ടോ? ചില ശത്രുക്കളായി പോകാം, ചില ദുഷ്ടരായി പോകാം, ചില നമ്മളെ തെറ്റിദ്ധരിക്കാം. പക്ഷെ അവരെയും ആദരിച്ച് ബഹുമാനിച്ചാൽ അവരെക്കൊണ്ട് നമുക്ക് ചില ഗുണമുണ്ടാകും, അവരെക്കൊണ്ട് ചില പ്രയോജനം നമുക്ക് ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ശത്രുവായി പോയ മാലാഹമാരെ പിശാചുക്കളായി അവർ ഒരു രാജ്യം സ്ഥാപിച്ചു. ഭരിക്കാൻ കൊതിയാണ്, ഭരിക്കാവുന്നവരൊക്കെ ഭരിച്ചു, നിനക്ക് വോട്ട് ചെയ്യുന്നവരൊക്കെ നീ ഭരിച്ചു എന്ന് പറഞ്ഞിട്ട് ദൈവേഷം ചെയ്യുന്നവരെ മാത്രമേ ദൈവം ഭരിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നിൻ്റെ രാജ്യം വരണമേ എന്ന് നമ്മൾ പല പ്രാവശ്യം പ്രാർത്ഥിച്ചില്ലേ. നിൻ്റെ രാജ്യം വരണമെന്ന് പ്രാർത്ഥിക്കാൻ കാരണം എന്നാ? രാജ്യം ഇതുവരെയും പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. പിശാചിൻ്റെ രാജ്യത്തിലാണ് നമ്മൾ ദൈവരാജ്യം വരണമെന്ന് പ്രാർത്ഥിക്കുന്നത്. അതെങ്ങനെയാണ്? പിശാചിന് ഭരിക്കാൻ നമ്മളും നമ്മുടെ പൂർവ്വരും കൂടി ഈ ലോകവും ഈ നമ്മുടെ വസ്തുവകളെല്ലാം പിശാചിന് വിറ്റതാണ്. അപ്പോൾ പിശാചിന് അതിനെ ഭരിക്കുന്നതിൽ അതിശയിക്കാനൊന്നുമില്ല. അതിനെ വില കൊടുത്ത് തിരികെ വാങ്ങിച്ചാലേ നമ്മുടേതും ദൈവത്തിൻ്റെത് ആവുള്ളൂ. അതാണ് യേശു കാൽവറിയിൽ മരിച്ചത്, മറുവിലയായിട്ടാണ്. യേശുവിൻ്റെ രക്തവും യേശുവിൻ്റെ കഷ്ടപ്പാടും നമ്മൾ വിറ്റുകളഞ്ഞത് അവൻ ചോദിക്കുന്ന വില കൊടുത്ത് തിരികെ വാങ്ങിക്കാനും കൂടിയാണ്. അങ്ങനെ നമ്മുടെ കഷ്ടതകളെയും പ്രശ്നങ്ങളെയും സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും പിശാചിൻ്റെ അവകാശം തീർത്ത് നമ്മളെ വീണ്ടെടുത്ത് ദൈവരാജ്യത്തിലാക്കി രാജ്യത്തിൻ്റെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം നമ്മുടേതാക്കാൻ വേണ്ടിയുള്ള ഒരു യുദ്ധമാണിത് എന്നുള്ള വിചാരിച്ച് എല്ലാ കുരിശുകൾക്കും നമ്മൾ നന്ദി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ നമുക്ക് വരുമ്പോൾ ഇതൊരു ഭാഗ്യമാണെന്നാണ് കർത്താവ് തന്നെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞത്. എൻ്റെ നിമിത്തം ദുർവചനം നിങ്ങളുടെ നേരെ വ്യാജമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ, അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വർദ്ധിച്ചിരിക്കണം, സന്തോഷിച്ചോ ആനന്ദിച്ചോ എന്ന് പറഞ്ഞാൽ നമുക്ക് ലോട്ടറി അടുപ്പിക്കുന്ന പോലൊരു ഭാഗ്യമാണെന്ന്. അപ്പോൾ ആരെങ്കിലും നമ്മളൊന്ന് ചീത്ത വിളിച്ച് കിട്ടിയാൽ ഈ വചനം ഓർക്കണം. കർത്താവ് എന്നെ തിരിച്ചല്ലോ, എന്നെ ചീത്ത വിളിച്ചല്ലോ, ഞാൻ ചെയ്യാത്തത് ചെയ്തെന്ന് പറയുന്നല്ലോ, ഇത് കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ ഭാഗ്യമാണല്ലോ, എനിക്ക് ലോട്ടറി അടിച്ചിരിക്കുന്നു. ആ ലോട്ടറി അടിച്ച ആ ഭാഗ്യം സ്വർഗത്തിലെ ബാങ്കിലുള്ളതിനാൽ നന്ദി. ലോട്ടറി അടുപ്പിച്ച ആളിന് 10% അനുഗ്രഹം കൊടുത്തേക്കണം പറഞ്ഞു. ലോട്ടറി അടുപ്പിച്ച ആളുടെ ഗുണം എന്നാ? ലോട്ടറി ടിക്കറ്റ് തരുന്ന ആളിന് നമുക്ക് 10 ലക്ഷം കിട്ടിയെങ്കിൽ 1 ലക്ഷം ആൾക്കുള്ളതാണ്. അപ്പോൾ നമുക്ക് ഭാഗ്യം കിട്ടാൻ വേണ്ടിയാണ് ചിലർക്ക് തെറ്റിദ്ധാരണ വന്നത്. നമുക്ക് ഭാഗ്യം കിട്ടാൻ വേണ്ടിയാണ് നമ്മളെ തെറ്റിദ്ധരിച്ചത്, സംശയിച്ചത്, നമ്മളെ സംശയരോഗിയാക്കിയില്ലേ. യേശുവിനെക്കുറിച്ചും സംശയം ഉണ്ടായിരുന്നു. തോമാസ്ലിഹായ്ക്ക് യേശുവിനെക്കുറിച്ച് സംശയം ഉണ്ടായിരുന്നു. തോമാസ്ലിഹായുടെ ഓർമ്മ പെരുന്നാളായിരുന്നു ഇന്നലെ. എങ്കിലും ആ സംശയരോഗിയായ തോമാസ്ലിഹാ കർത്താവ് കളഞ്ഞില്ല. ആ സംശയരോഗം മാറ്റാൻ വേണ്ടി കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം പുതിയ ഞായറാഴ്ച വരെ കാത്തിരുന്നു. പുതിയ ഞായറാഴ്ച എന്ന് കാണിച്ചു കൊടുത്തു സംശയം മാറ്റാൻ. അപ്പോൾ സംശയമുള്ളവർക്ക് സംശയം മാറ്റി കൊടുക്കാനെന്നൂടെ വല്ലതും വേണം. അത് കൃത്യസമയത്താണ് കാണിച്ചു കൊടുക്കേണ്ടത്. അസമയത്ത് കൊണ്ട് കാണിച്ചു കൊടുത്ത ഒരു ഗുണമില്ല. കർത്താവിന് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ഉടനെ തന്നെ തോമാസ്ലിഹായെ തമ്പി പോകാമായിരുന്നു. പോയില്ല. ഞാൻ അവനെ കണ്ടേ വിശ്വസിക്കുമെന്ന് പറഞ്ഞാൽ കേട്ട അന്നേരം അങ്ങ് ചാടി വീഴായിരുന്നു. കണ്ടു എന്ന് പറഞ്ഞാൽ അതും ചെയ്തില്ല. കർത്താവ് ഒരാഴ്ചയോടെ കഴിഞ്ഞിട്ടാണ് തോമാസ്ലിഹായുടെ സംശയം തീർന്നത്. അങ്ങനെ സംശയരോഗം വന്നുപോയാൽ അതിനൊരു കാലാവധിയുണ്ട്. ആ കാലാവധി കഴിയുന്നവരെ നമ്മൾ ക്ഷമിക്കുകയും സഹിക്കുകയും അവരുടെ വഴി വിടുകയും ചെയ്യണം. എന്നാൽ അവരെ വെറുക്കരുത്. അവരെ സമീപിച്ച് അവരുടെ സംശയം മാറ്റത്തക്കതായ കാര്യങ്ങൾ ചിലർ കാണിച്ചു കൊടുക്കാനും ചിലർ പറഞ്ഞു കൊടുക്കാനും ചില അവസരം ദൈവം ഉണ്ടാക്കി തരും. അതുവരെ കാത്തിരിക്കണമെന്നുള്ള കാര്യമാണ് ഇന്നലത്തെ തോമാസ്ലിഹായുടെ ഓർമ്മ പെരുന്നാളിൽ നമ്മൾ കേട്ടത്. അപ്പോൾ ഈ എല്ലാ തലമുറയിലും ഈ പ്രശ്നങ്ങൾ ആവർത്തിക്കുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ കുരിശിൻ്റെ വാതിൽ സഞ്ചരിക്കുന്നത്. എല്ലാവർക്കും എല്ലാ കാലങ്ങളിലും കുരിശുണ്ടായിരിക്കും. പക്ഷേ ആ കുരിശിനെ നമുക്ക് പർദീസക്കാരാനുള്ള പാലമാക്കാം, അവസാനം കിരീടവും ആക്കാം. ബെയർ ദ ക്രോസ് ആൻഡ് വിൻ ദ ക്രൗൺ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്. കുരിശ് വഹിക്കുന്നവർക്ക് അവസാനം കിരീടം കിട്ടും. അപ്പോൾ യേശുവിന് കിരീടം കിട്ടി. യേശുവിൻ്റെ മുൾക്കിരീടത്തെ കർത്താൻ പൊൻകിരീടമാക്കിയിരിക്കുന്നു.
യേശുവിൻ്റെ പിന്നാലെ പോകുന്ന നമുക്കും നമ്മുടെ കുരിശുകളെ കിരീടമാക്കാൻ സാധിക്കും. സാമർഥ്യമുള്ള ഭാര്യ ഭർത്താവിൻ്റെ കിരീടമാകുന്നുമുണ്ട്. അപ്പോൾ സഭയാകുന്ന മണവാട്ടി കുരിശ് സഹിച്ച് കുരിശ് വഹിച്ച് യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്താൽ നമുക്ക് കല്യാണ ദിവസം നമുക്ക് കർത്താവിൻ്റെ കിരീടമായി ശോഭിക്കാൻ സാധിക്കുമെന്നുള്ള പ്രത്യാശ നമുക്കുണ്ടാകട്ടെ. ഇപ്പോൾ പരിശുദ്ധാത്മാവിനെതിരായ പാപം ഉണ്ടാകാമെന്ന് നോക്കണം. പരിശുദ്ധാത്മാവിനെതിരായി പാപം ചെയ്താൽ ക്ഷമയില്ല. എപ്പോഴാണ് പരിശുദ്ധാത്മാവിനെതിരായി പാപം വരുന്നത്? പരിശുദ്ധാത്മാവിനനുസരിച്ച് ജീവിക്കുന്നവരെ തെറ്റിദ്ധരിപ്പിക്കാൻ പിശാചുമെടുക്കുന്നതാണ്. പരിശുദ്ധാത്മാവിനനുസരിച്ച് ജനിക്കുകയും വളരുകയും പ്രവർത്തിക്കുകയും ചെയ്ത യേശുവിനെയാണ് ഭൂതഗ്രസ്തമെന്ന്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ഷമയില്ലാന്ന് പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെയുള്ള പാപം നമ്മുടെ പൂർവികർക്കുണ്ടായിട്ടുണ്ടെങ്കിൽ കർത്താവേ ഞങ്ങൾക്ക് ആ പാപം വരല്ലേ. ഞങ്ങളവരുമായിട്ടുള്ള ബന്ധപ്പെട്ടിരിക്കുന്നു. കൗരവപുത്രന്മാർ അവരുടെ നിന്ന് വേർപെട്ട് മാറി കുഴിയുടെ പക്കത്ത് കമന്നു കിടന്ന് രക്ഷപ്പെട്ടതുപോലെ ആദാമിൻ്റെ കാലം മുതൽ ഇതുപോലെ ദൈവാത്മാവിനെതിരായി പാപം ചെയ്ത് ക്ഷമ കിട്ടാതെ കിടക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല, അവരെല്ലാം ഞാൻ വിട്ടിരിക്കുന്നു, എനിക്ക് യേശു മാത്രം മതി എന്ന് പറയാമെങ്കിൽ നമുക്കൊരു പുതിയ അധ്യായം തുടങ്ങാം. കൗരവപുത്രന്മാരെ പോലെ സങ്കീർത്തനം എഴുതാം. കൗരവപുത്രന്മാരെ പോലെ ശാപമില്ലാത്ത അനുഗ്രഹിക്കപ്പെട്ട പുതിയ തലമുറയ്ക്ക് തുടക്കമിടാൻ അത് നമ്മളായിക്കോട്ടെ. നമ്മുടെ കുടുംബത്തിലെ യേശുവിനെ വിശ്വസിച്ച് യേശുവിനെ ആശ്രയിച്ച് അങ്ങനെ നമുക്ക് അനുഗ്രഹത്തിൻ്റെ പുതിയ ഒരു തലമുറയ്ക്ക് തുടക്കമിടാം. അതിനാണ് ദൈവം കല്യാണം താമസിപ്പിക്കുന്നത്. കല്യാണം കഴിച്ചാലും പിള്ളേരെ താമസിപ്പിക്കുന്നവർക്ക് അനുഗ്രഹിക്കപ്പെട്ട തലമുറ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അബ്രഹാമിന് പയ്യനെ കൊടുത്തപ്പോഴാണ് 100-ാം വയസ്സിലാണ്. ഇസാക്കിന് കുഞ്ഞ് കിട്ടിയത് എത്രയാന്ന്? 60-ാം വയസ്സിലാണ്. അപ്പോൾ കല്യാണം എന്നാണ് നടന്നത് 40-ാം വയസ്സിലാണ്. എത്ര കൊല്ലം മധുവിധു ആഘോഷം? 20 കൊല്ലം. അപ്പോൾ പിതാവിൻ്റെ അപ്പൻ്റെ ദൈവം എൻ്റെ ദൈവമാണെന്ന് പറഞ്ഞ് വെല്ലുവിടുത്ത് കയറി കിടക്കാൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ ആ ഇസ്ഹാക്കിന് ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ സ്ഥാനം കിട്ടി. ബലിപീഠത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. ചെല്ലുന്നിടത്തെല്ലാം 100 പേന് വിളവ്. അങ്ങനെ അവനെ കർത്താവ് സന്തോഷിപ്പിച്ച് എങ്ങനെയാണ്? കല്യാണം കഴിഞ്ഞിട്ട് മധുവിധു ആഘോഷത്തിന് 20 കൊല്ലം അങ്ങോട്ട് നീട്ടിക്കൊടുത്തു. ഗർഭം കർത്താവ് തന്നെ അങ്ങ് അടച്ചു. നിങ്ങൾ സന്തോഷിച്ചോളാൻ പറഞ്ഞു. സന്തോഷം എല്ലാം കഴിഞ്ഞപ്പം 20 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇസ്ഹാക്കിനെ ആരെ കിട്ടി? അബ്രഹാം യാക്കോബിനെ യേശാവിനെയും കിട്ടി. യേശാവും യാക്കോബും. അങ്ങനെ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു. അങ്ങനെ ഇന്ന് ദൈവം അറിയപ്പെടുന്നത് അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിൻ്റെ യാക്കോബിൻ്റെ ദൈവമാണ്. അപ്പോൾ ഈ ഭാഗ്യമൊക്കെ നമുക്ക് ലഭിക്കാൻ പെന്തിക്കോസ്തിയും പെന്തിക്കോസ്തി വിശേഷമുള്ള ആഴ്ചകളും ആരാധനയും ഉതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാനം ഇവിടെ സമാഹരിക്കുന്നു. ഞങ്ങൾ സ്നേഹിക്കുന്ന ദൈവമേ, നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷം ഞങ്ങൾ 7-ാം വാരത്തിൽ കഴിഞ്ഞ ദിവസം കർത്താവിനെ ആരാധിച്ചു. പെന്തിക്കോസ്തി പെരുന്നാളിന് മുമ്പത്തെ അനുഭവം അതിന് ശേഷമുള്ള അനുഭവം ഞങ്ങൾ നിരീക്ഷിച്ചു. ഞങ്ങൾ യേശുവിനെ പോലെ ആത്മാവിലാണ് വളരുന്നെങ്കിൽ ജീവിക്കുന്നെങ്കിൽ ഞങ്ങളെ തെറ്റിദ്ധരിക്കുന്നവരുണ്ടെങ്കിലും ഒന്നും കുരിശായിട്ട് അതിനെ സ്വീകരിച്ച് അതിൻ്റെ ഇടയിൽ വേല തികച്ച് നിവൃത്തിയായെന്ന് പറഞ്ഞു പോയാൽ ഞങ്ങൾക്ക് അനേകരെ നേടുവാനും ആ ദൈവരാജ്യം നീതി സമാധാനം പരിശുദ്ധാത്മാവ് സന്തോഷവാസ ജന്മസാവിലൂടെ അതിന് സാധിക്കും. ഞങ്ങളെ ഞാൻ നന്ദി പറയുന്നു. ഞങ്ങളൊരിക്കലും ദൈവത്തെയോ ദൈവമക്കളെയോ ആത്മാവിനനുസരിച്ച് ജീവിക്കുന്നവരെയോ സംശയിക്കുവാനോ അവരെ ആരോപിക്കുവാനോ അവരെ ബോധഗ്രസ്തരാണെന്ന് പറയാനോ ഒരിക്കലും ഇടയാകല്ലേ. അങ്ങനെ പരിശുദ്ധാത്മാവിനെതിരായ പാപം ചെയ്തിട്ട് ഞങ്ങൾ യൂദായെപ്പോലെ ആത്മഹത്യ ചെയ്യാനോ നശിച്ചു പോകാനോ ഇടയാകരുതെന്ന് യേശുവിൻ്റെ നാമത്തെ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റുവാനായിട്ട് തന്നെ.